അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാ ആക്ടേഴ്സും ഭയങ്കര രസമായിരുന്നു. ഭയങ്കര രസമുള്ള ഒരു ഫീൽ ഗുഡ് പടമാണ്. ഭയങ്കര രസമുള്ള ഒരു ഫാമിലി മൂവി. അതിന്റെ പേര് മലയാളികളുടെ സ്വന്തം കൺമണി. കുറെ നാളുകൾക്ക് ശേഷം നല്ല ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു കുടുംബത്ത് കാണാൻ പറ്റിയ 100% ഷുവറായിട്ട് നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചിത്രമാണ്. ലിജു തോമസ് എന്ന് പറഞ്ഞ സംവിധായകന്റെ 4ാമത്തെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ. വളരെ മനോഹരമായിട്ട് അതിന്റെ ക്യാമറ വർക്കുകളായാലും വളരെ മനോഹരം, ഓരോ ഫ്രെയിമുകളും മനോഹരം. അതുപോലെ അഭിനയിച്ചിരിക്കുന്ന അർജുൻ അശോകന്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസിൽ ഒന്നായി തന്നെ ഈ ഒരു ചിത്രം മാറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. അതേപോലെ തന്നെ അനഘ നാരായണൻ എന്ന ഇല്ലാതെ വന്ന മൂവിയാണ്. എങ്ങനെ കാണുമെന്ന്, എങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അതിന്റെ ഡയറക്ടർ ആരാണോ ഒന്നും നോക്കാതെ വന്ന ഒരു മൂവിയാണ്. പക്ഷെ നല്ല പ്രതീക്ഷിച്ചതിന് അപ്പുറം സൂപ്പറാണ് മൂവി. ഒരു നാച്ചുറൽ ആയിട്ടുള്ള മൂവി, വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നതാണെങ്കിൽ കൂടി നല്ല മനസ്സ് നിറഞ്ഞ ഒരു മൂവി തന്നെയാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഫാമിലി എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സൂപ്പർ ആയിട്ടുണ്ട്. ഒരു അൺഎക്സ്പെക്ടഡ് ഫാമിലി ഹിറ്റ് ആവും എന്നുള്ള ഒരു സൂചനയാണ് അർജുൻ അശോകൻ ഈ സിനിമയിലൂടെ നൽകുന്നത്. കാരണം നല്ല മികച്ച രീതിയിലുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷം ഷൂട്ട് ചെയ്ത ഒരു രീതിയൊക്കെ ഉണ്ട്. തികച്ചും സിനിമാറ്റിക് അല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് ആ സിനിമയിലേക്ക് നമ്മൾ ഇന്നാവുന്നുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള സിറ്റുവേഷനിലൊക്കെ കടന്നുപോയ ആൾക്കാരായിരിക്കും നമ്മുടെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് ഇതൊരു എന്താ പറയാ, ഒരു ഓർമ്മ പുതുക്കലും, അതായത് കല്യാണം കഴിയാത്തവർക്ക് ഇതൊരു ക്ലാസ്സുമാണ് ഈ സിനിമ. പുതിയൊരു തീമാണ്. മലയാളത്തിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു തീമിനെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. പടം അടിപൊളിയായിരുന്നു. സൂപ്പർ പടമായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം. ഒരു ഫാമിലി ഓഡിയൻസിന് ശരിക്കും എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന എലിമെന്റ്സ് ഉണ്ടായിരുന്നു. അല്ല കോമഡി ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ശരിക്കും ലിവ് ചെയ്തിട്ടുണ്ട്. അതെ, ശരിക്കും നടക്കുന്ന ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ശരിക്കും നടക്കുന്ന ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാരും കണ്ടിരിക്കണം. നല്ലതാണ്. സിനിമ കാണുന്ന ആൾക്കാരെ എന്താ വെച്ചാൽ അതിലേക്ക് കൊണ്ടുവന്ന് ഒരു ജീവിതത്തിൽ നമ്മളുമായിട്ടും ബന്ധമുള്ള ഒരുപാട് വിഷയങ്ങൾ ഏതൊരു പ്രേക്ഷകരും ഫീൽ ചെയ്യും. അത്യാവശ്യം എന്താ പറയാ, തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ കുട്ടികളൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ നല്ല സൂപ്പർ സ്ക്രിപ്റ്റ്. സത്യത്തിൽ കഥ പറഞ്ഞപ്പോഴേ ഒരൊറ്റ വരിയിൽ പോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ആശങ്ക ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന്. പക്ഷെ സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യും. എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് അർജുൻ അശോകന്റെയും അനഘ നാരായണന്റെയും. നല്ല കുടുംബത്തിലുള്ളവർക്കെല്ലാം റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. വളരെ ഒരുപാട് കാലം ഇങ്ങനെ ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമ വന്നിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലതാ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം തിയേറ്ററിൽ എല്ലാവരുടെയും റെസ്പോൺസ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാനം. ഈ സിനിമയിൽ ഒരുപാട് നന്മ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. ഗംഭീര പ്രൊഡ്യൂസേഴ്സ് ആണ്. ഇതിന്റെ ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമയാണ്. ഞങ്ങള് ഇതിനകത്ത് അഭിനയിച്ച വീട് ഒരാൾക്ക് വെച്ചു കൊടുത്തിട്ടുള്ള വീടാണ്. അത് ഒരു വീട് പൊളിച്ച് പുതിയ വീടുണ്ടാക്കി അവർക്ക് തന്നെ കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു നന്മ തുടങ്ങിയ സിനിമയാണ്. നന്മയിൽ തന്നെ തീർന്നിരിക്കുന്നു. ഷൂട്ട് ചെയ്ത തലശ്ശേരിയിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ്. നല്ല പടം, നല്ല മൂവി. എല്ലാവരും കാണാൻ നല്ല പടമാണ്. എന്റെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തത്. തലശ്ശേരിയിലാണ്. മിക്ക ഷൂട്ടും തലശ്ശേരിയിലാണ്. ഞാൻ ഇതിൽ ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സെലക്ട് ആയിട്ടുണ്ടായത് അങ്ങനെ ഷുക്കൂറിന്റെ വൈഫായ സുഹറ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്ത്. ഒരു ഫാമിലി മൂവിയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ശേഷം ഒരു വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിം മലയാളത്തിൽ അങ്ങനെ സിബിമലൈ സാർ സത്യജിത് സാറൊക്കെ ചെയ്യുന്ന കാരണം അതിനൊപ്പം നല്ല മെസ്സേജ് ഉള്ള സോഷ്യൽ ലെവൽ ടോപ്പിക്കാണ്. ഇത് ഏറ്റവും കൂടുതൽ എന്നെക്കാട്ടും കല്യാണം കഴിച്ച കപ്പിൾസ് അവർക്കാണ് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നത്. കല്യാണം കഴിക്കേണ്ട ആവശ്യം മനസ്സിലായി. പിന്നെ മലയാളികളുടെ കുത്തുവർത്താനം ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു മലയാളി കുടുംബം കാണിക്കുന്നത്. ഇത് വളരെ ഹൃദയസ്പർശിയായ ഫിലിമാണ്. ഇത് എല്ലാവരും നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്കറിയാം. പുള്ളി ഡയറക്ടറാണ്. പുള്ളി എന്നിട്ട് വിളിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം പറയാനുണ്ട്. ഇപ്പൊ അടുത്ത ജയറാമേട്ടനും പറയാം. നമ്മുടെ കബീർ പൊന്നമേ, അടുത്ത കബീർ പൊന്നമയാണ് നമ്മുടെ പാട പറഞ്ഞ ചേച്ചി. എല്ലാം കൊണ്ട് ഇന്നലെ ഡൊമിനിക്ക ഇതിലിപ്പോ 100% എല്ലാവരും പോസിറ്റീവ് കൊടുക്കും.